ജസ്റ്റ് ഒരു 3 മിനിറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സംഭവം അവിടെ ഉണ്ടായത്. അവരുടെയൊക്കെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ള ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന പോലെയാണ് പ്രകൃതി നമുക്ക് തോന്നുന്നത്. ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാണ്. മഴക്കാലം ആരംഭിച്ചതോടെ വയനാട്ടിൽ വീണ്ടും ദുരന്തങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മീനാക്ഷി പാലത്തിലുണ്ടായ ദുരന്തം, അതിൽ ഒരു 3 പേര് മരിക്കുകയും കുറച്ചുപേരെ കാണാതാവുകയും ചെയ്തു. ആ ദുരന്തമുഖത്ത് നിന്ന് ഒരു 3 മിനിറ്റ് വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു വന്ന ഒരു ബസ്സുണ്ട്. നമ്മുടെ കൽപ്പറ്റ KSRTC ഗ്യാരേജിലെ ബസ്സാണ്. അതിലെ മുണ്ടക്കൈ ചൂരൽമല റൂട്ടിലോടുന്ന ബസ്സാണ്. ആ ബസ്സിലെ കണ്ടക്ടർ ഇന്ന് നമ്മളോടൊപ്പം. പുള്ളി ഇതിനു മുമ്പും ചൂരൽമല ദുരന്തമുണ്ടായപ്പോഴും അദ്ദേഹമായിരുന്നു ബസ്സിലെ കണ്ടക്ടർ. അപ്പം അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് ആ ഭീകരാവസ്ഥയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ ദുരന്തമുഖത്ത് നിന്ന് ജസ്റ്റ് 3 മിനിറ്റ് മാത്രം ഗ്യാപ്പിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് റിയൽ ടൈം എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതായത് ഇതിന്റെ ഇമ്പാക്ട് എത്രത്തോളമാണ് എന്നുള്ളത് പുള്ളി ജസ്റ്റ് കൽപ്പറ്റ എത്തിക്കഴിഞ്ഞപ്പോൾ ആയിരിക്കും ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ ദുരന്തമുഖത്ത് നിന്ന് ഒരാൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അവരുടെ സ്ഥാനത്താണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറത്ത് ഒളിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. അത് കരാർ കമ്പനിക്കാരനാണോ സർക്കാരാണോ, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിനോട് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ മീനാക്ഷി പാലത്തിലുണ്ടായ ദുരന്തത്തിൽ നിന്നും 3 മിനിറ്റ് വ്യത്യാസത്തിൽ പാസ് ചെയ്തു വന്ന ബസ്സിലെ കണ്ടക്ടർ മിസ്റ്റർ ജോൺസനാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ജോൺസൺ സാറോട് നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അന്ന് ബസ് ഞങ്ങൾ 11 മണിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ല മഴയും ഒക്കെ ഉള്ളത് കൊണ്ട് 2 മിനിറ്റ് 3 മിനിറ്റ് നേരത്തെ എടുത്തു. എന്നിട്ട് മെല്ലെ തന്നെ പോരാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്ന ഞങ്ങൾ ഈ മീനാക്ഷി പാലത്തിൻ്റെ അവിടുന്ന് ആ പണി നടക്കുന്ന അവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സംഭവം അവിടെ ഉണ്ടായത്. ഞങ്ങളുടെ അങ്ങോട്ട് പോയ വണ്ടിക്കാർ വിളിച്ച് പറഞ്ഞത്. അങ്ങോട്ട് പോയ വണ്ടിക്കാർ അങ്ങോട്ടൊരു ഓപ്പോസിറ്റ് വണ്ടി പോകുന്നില്ലായിരുന്നു, ചൂരമലയ്ക്ക്. അതും ജസ്റ്റ് തൊട്ട് പുറകിൽ 1 കിലോമീറ്റർ ഇപ്പുറന്ന് അവർ നിർത്തി. ഞങ്ങൾ 1 കിലോമീറ്റർ ഇങ്ങോട്ട് പാസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജസ്റ്റ് ഒരു കഴിച്ചിലായ ഞങ്ങളുടെ ബസ്സിൽ നിന്ന് കഴിച്ചിലായി. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഈ സ്റ്റോപ്പിൽ നിന്നും കുറേ യാത്രക്കാർ കയറി. മീനാക്ഷി ആ സ്റ്റോപ്പിൽ നിന്നവരൊക്കെ ബസ്സിൽ കയറിയും കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ ബസ്സിൽ കയറിയും കൊണ്ട് അതാണ് ഉണ്ടായത്. എത്ര വർഷമായി ഈ ചൂരൽമല കൽപ്പറ്റ ബസ് സർവീസ് സേവനം തുടങ്ങിയിട്ട്? ഞാൻ 26 വർഷമായി ഇതേ റൂട്ടിൽ തന്നെ പോകണു. സെയിം റൂട്ടിൽ നല്ല കൂടുതൽ സമയം പോയിരിക്കുന്നത് ചുരമല റൂട്ടിലാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്ക് അവിടെയുള്ള എല്ലാവരും പരിചയമുണ്ട്. സ്ഥിരമായിട്ട് ഈ റൂട്ടിലാണ് അധികം പോകുന്നത്. ഇപ്പോഴും ഈ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ സംഭവം നടന്നിട്ട് അവിടുന്ന് ഒരു 3 മിനിറ്റ് വ്യത്യാസത്തിൽ അവിടുന്ന് ബസ് രക്ഷപ്പെട്ടു പോയല്ലോ. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഒരു ഭയം തോന്നാറുണ്ടോ? അതോ ബസ്സിൽ രക്ഷപ്പെട്ടവരെ കുറിച്ചാണോ, അതോ അവിടെ നിന്നിട്ട് നഷ്ടപ്പെട്ടവരെ കുറിച്ചാണോ ആദ്യം മനസ്സിലേക്ക് ചിന്ത വന്നത്? അതിൽ നമുക്ക് ഭയം തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ ആ 3 മിനിറ്റ് മുന്നേ കുറേ യാത്രക്കാർ ഞങ്ങളുടെ ബസ്സിൽ കയറിയിരുന്നു. അവരുടെയൊക്കെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ള ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്. അപകടം നടന്നത് പറ്റിപ്പോയി. അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ നിന്ന് സ്റ്റോപ്പിൽ നിന്ന് കുറേ കുട്ടികളും യാത്രക്കാർ ഞങ്ങളുടെ ബസ്സിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് ചൂരൽമല ദുരന്തം നടന്നപ്പോഴും താങ്കൾ തന്നെയായിരുന്നല്ലോ അവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ചൂരമല ആ ദിവസം എന്തായിരുന്നു സംഭവിച്ചത് ശരിക്കും? ചൂരമല ദുരന്തം നടക്കുമ്പോൾ അന്നൊരു ഭീകരാവസ്ഥയാണ്. ഭയങ്കര ഭീകരാവസ്ഥയാണ്. മഴയൊക്കെ പെയ്തു ഭയങ്കര. അപ്പം ഞങ്ങളെ പാലത്തിന്റെ മുട്ട വെള്ളം ഉണ്ടായിരുന്നു. അപകടം നടക്കുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ അവിടെ മുണ്ടക്കൈ പോയി തിരിച്ച് രാത്രി 8 മണിക്കാണ് അവിടെ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ ഇറക്കി വിട്ട യാത്രക്കാരൊക്കെ പിന്നീട് നമ്മൾ സ്ഥിരം യാത്രക്കാരുണ്ടെന്ന്. എല്ലാ ദിവസങ്ങളും സ്ഥിരം യാത്രക്കാരാണ്. ഈ ചൂരൽമല ബസ്സും ഈ മുണ്ടക്കൈ ചൂരൽമല അവിടെയുള്ള യാത്രക്കാർ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ വർഷങ്ങളായിട്ടുണ്ട്. അതിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മുഖങ്ങൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ താങ്കളെ വിഷമിപ്പിച്ച കാര്യം എന്തായിരുന്നു ആ ദുരന്തത്തിൽ? ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിഷമിപ്പിച്ചത് ശരിക്കും ഞങ്ങൾ അവിടെ മുണ്ടക്കൈ ചെല്ലുമ്പോൾ അവിടെ ചായപ്പീടി ഉണ്ടായിരുന്നു. ചായപ്പീടിയിലെ കാക്ക ഞങ്ങളെ വളരെ സൗഹാർദ്ദപരമായി സ്വീകരിച്ച് ഞങ്ങൾക്കൊരു ചായയൊക്കെ എടുത്ത് തന്നു. എല്ലാ ദിവസവും ഉണ്ടാവും. അല്ലാതെ ആ കുടുംബം മൊത്തം അവിടെ നഷ്ടപ്പെട്ടു. അയാളുടെ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ബസ്സിലെ സ്ഥിരം യാത്രക്കാർ, ഞങ്ങൾ കൊണ്ട് ഇറക്കി വിട്ട കുറേ പേര് പിറ്റേ ദിവസം ഞങ്ങളുടെ ഈ യാത്രയിലില്ല. അറിയുന്ന കുറേ മുഖങ്ങൾ, 26 വർഷം അതിലെ സർവീസ് നടന്ന കുറേ മുഖങ്ങൾ. ആ ഫോട്ടോ കാണുമ്പോൾ അതിൽ 90% പേര് ഞാൻ അറിയുന്നതാണ്. ഈ ബസ് ശരിക്കും നൈറ്റിലവിടെ പാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ സ്റ്റാഫുകളെല്ലാം അവിടെ തിരിച്ചു വരികയും പിറ്റേ ദിവസം രാവിലെ ട്രിപ്പ് ആരംഭിക്കാൻ അവിടെ പോയി എടുക്കുകയായിരുന്നല്ലോ? അങ്ങനെയല്ല, ഞങ്ങളുടെ ബസ് രാത്രി അവിടെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ ബസ് അടക്കം കൊണ്ട് തിരിച്ചു പോരും. അവിടെ സ്റ്റേ ചെയ്യുന്ന വേറൊരു ബസ്സാണ് ഉള്ളത്. ആ ബസ്സായിരുന്നു പിറ്റേ ദിവസം ചെളിയിലൂടെ കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന വീഡിയോ നമ്മൾ കാണാം. അതെ, അതവിടെ സ്റ്റേ കിടക്കുന്ന ബസ്സായിരുന്നു. മേപ്പാടി ചുരൽമല. ഇപ്പൊ ചൂരൽമല
ട്രിപ്പ് നടത്തുമ്പോൾ ആ റോഡ് സൈഡിൽ എവിടെയെങ്കിലും വേറെ ദുരന്തങ്ങൾ പതിയിരിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ദുരന്തങ്ങൾ പതിയിരിക്കുന്ന പറഞ്ഞാൽ ഈ ശക്തമായ മഴേന്റെ സാഹചര്യത്തിന് അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു ഭീകരാവസ്ഥയാണ്. നമ്മൾ പെട്ടെന്ന് ചുരമല അവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ സാധാ പോലെയല്ല. എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുന്ന പോലെയാണ് പ്രകൃതിയും നമുക്ക് തോന്നുന്നത്. അത്ര ഒരു ശക്തമായ മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് പോകൽ ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും. ഈ മഴക്കാലങ്ങളിൽ അവിടെ സന്ദർശിക്കാൻ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലോ, ആ. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക്? അവരോട് പറയാണ്ട് ഇപ്പൊന്നും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അവിടെ അതിന് മാത്രം ഒന്നും കാണാനൊന്നുമില്ല ശരിക്കും ഇപ്പോൾ. അങ്ങോട്ട് കടത്തി വിടുന്നുമില്ല ശരിക്കും. ചുരമല ഭാഗത്തേക്ക് ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് പോലീസ് തടയുന്നുണ്ട്, അങ്ങോട്ട് വിടുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ചുരമല ദുരന്തം നടന്ന ഭാഗങ്ങളിലേക്ക് പുറമേ നിന്നുള്ള യാത്രക്കാർ പ്രത്യേകമായിട്ട് അങ്ങോട്ട് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടേക്ക് ഇപ്പോൾ പിന്നെ മുഴുവനും ഈ ഫയർഫോഴ്സും അവിടെ രക്ഷാപ്രവർത്തകരും മൊത്തമാണ്. വഴിയെല്ലാം ബ്ലോക്കാണ്. താഴെ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറമേക്കാരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങോട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കരുത്. അത് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടാക്കും, റോഡ് ബ്ലോക്കാവും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിലെ യാത്ര ചെയ്തപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിരുന്നോ? ഈ മഴ പെയ്യുമ്പോൾ ആ റൂട്ടിലൊരു വലിയ അവസ്ഥയാണ്, ഒരു ഭീകരാവസ്ഥയാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നു. സാധാ റൂട്ടിൽ കൂടെ പോണ പോലെയല്ല അങ്ങോട്ട് പോകുമ്പോൾ തോന്നുക. ദുരന്തങ്ങളിൽ പലപ്പോഴും സ്വന്തം ജീവൻ പോലും നോക്കാതെ യാത്രക്കാരെ സുരക്ഷിതമായിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് വയ്യാതാകുന്നവരെ സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം KSRTC ജീവനക്കാർ ഒരുപാട് ജനങ്ങൾക്ക് സഹായകരമാകാറുണ്ട്. ഉണ്ടല്ലോ ഇപ്പോൾ വീണ്ടും ഇതേ റൂട്ടിൽ ഇത്രയും അപകടം നടന്നിട്ടും വീണ്ടും ഇതേ റൂട്ടിൽ ട്രിപ്പ് നടത്താൻ താങ്കൾക്ക് ഉള്ള ധൈര്യം, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇപ്പോൾ വരാനുള്ളപ്പോൾ ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ സർവീസ് നടത്തും. റോഡ് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാളെ തൊട്ട് അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഇന്ന് തുറക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പോകും. വൈകുന്നേരത്തേക്ക് റോഡ് തുറക്കുകയാണെങ്കിൽ അങ്ങോട്ട് തന്നെ സർവീസ് നടത്തും. അങ്ങനെ പേടിക്കാൻ നമുക്ക് പേടിക്കാൻ പറ്റുന്ന പണിയല്ല ഇത്. സർവീസ് ചെയ്യാന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സർവീസാണ്. അപ്പോൾ ആ റൂട്ടിലേക്ക് റോഡ് ടച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സർവീസ് തുടങ്ങും. ഇപ്പം മീനാക്ഷി പാലത്തിൽ വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞല്ലോ. ഇനിയും അവിടെ ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ടാവും. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അവിടെയുള്ള ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുക. എന്തെങ്കിലും അപകട സാധ്യത കാണുകയാണെങ്കിൽ ബന്ധു വീട്ടിലേക്കോ മറ്റോ മാറി താമസിച്ചിട്ട് സുരക്ഷിതമായ ശേഷം തിരിച്ചു വരിക. അല്ലാതെ ദുരന്തത്തിന്റെ ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കൽപ്പറ്റ ചുരമല റൂട്ടിൽ ഒരു ദിവസം എത്ര സർവീസാണ് നടത്തുന്നത്? കൽപ്പറ്റ ചുരമല റോഡിൽ ഏകദേശം ഒരു 40 മിനിറ്റ് ഇടവിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ബസ്സുകളുണ്ട്. 6 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 8:30 വരെ സർവീസ് നടത്തുന്നുണ്ട്. എത്ര ബസ്സുകൾ സർവീസ് ഉണ്ട് ആ റൂട്ടിൽ? ബസ്സുകൾ പല ബസ്സുകളായിട്ട് വരുന്നതാണ്. ട്രിപ്പുകൾ ഒരു 10-40 ട്രിപ്പുകളും ഞങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ 40 കൂടുതൽ ഉണ്ടാവുമായിരിക്കും. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് എന്തായാലും ബസ്സുണ്ട് കൽപ്പറ്റയിൽ നിന്ന് ചുരമലയ്ക്ക്. ആ ബസ്സുകൾ ഒരിക്കലും മുടക്കിയിട്ടില്ല. വിദ്യാർത്ഥികളായുള്ളവർക്കും പിന്നെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ സർവീസ് തന്നെ നടത്തുന്നുണ്ട്. സ്കൂളിലേക്ക് വെള്ളാമല സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ബസ് കുട്ടികളെ എടുക്കാൻ വേണ്ടി ട്രിപ്പ് അവിടെ അടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാ ട്രിപ്പുകളും കൃത്യമായിട്ട് പറ്റുന്ന സ്ഥലമാണ് ചുരമല. ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇപ്പോൾ റോഡ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ സർവീസ് തുടങ്ങുന്നതാണ്. ദുരന്തത്തിന് ശേഷം ഇപ്പോൾ വളരെ ആള് കുറവായിരിക്കും അല്ലേ റൂട്ടിൽ? അതാണിപ്പോൾ ഒരു പ്രശ്നം. പണ്ട് ചൂരമല എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബസ് ഫുള്ളായിരിക്കും. ഇപ്പോൾ ചൂരമല എത്തുമ്പോൾ ആള് ഇറങ്ങാനില്ല. എല്ലാവരും പോകുന്ന വഴിക്കുള്ളവർ ഇറങ്ങി തീരാണ്. ചൂരമല അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഇപ്പോൾ വിജനമായി പോയി. വന്യമൃഗങ്ങളുടെ ശല്യവും പിന്നെ പാലത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ആരുമില്ല. പണിക്കാർ മാത്രം രാവിലെ പോകുന്നല്ലാതെ വേറെ താമസക്കാരൊന്നുമില്ല. അപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ബസ്സിലെ സ്ഥിര യാത്രക്കാരെല്ലാം ഇപ്പം ഇല്ല. കുറേ പേര് അപകടത്തിൽ പെട്ടുപോയി. അല്ലാത്തവർ താമസം മാറി ഇപ്പോൾ ടൗൺഷിപ്പിലേക്കും അങ്ങോട്ട് തൃക്കമ്പലേക്കും അങ്ങോട്ട് പല വീടുകളിൽ വെച്ച് കുറേ യാത്രക്കാർ അവരെ കുറേ പേരെ രക്ഷപ്പെട്ടവരൊക്കെ കാണലുണ്ട്. സ്ഥിരമായിട്ട് ബസ്സിൽ കയറലുണ്ട്. അവരുടെ സ്ഥലത്തേക്കും നാട്ടിലേക്കൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ കുറേ പേര് കാണലുണ്ട്. ഇപ്പോൾ ആ ദുരന്തം നടന്ന ആ പണ്ട് ആ മണ്ണിടിഞ്ഞു പോയ ആ സ്ഥലം, ആ പുഴയുടെ അവസ്ഥ ഇപ്പം എന്താണ്? നമ്മുടെ ചൂരമല പുഴ ഇപ്പോൾ കല്ലൊക്കെ പൊട്ടിച്ച് മാറ്റി പുഴ കുറച്ച് വീതി കൂട്ടി തുറന്നിട്ടുണ്ട്. എന്നാലും ശക്തമായ ഇന്നലെയൊക്കെ നല്ല മഴ ചെയ്തിട്ട് നല്ല വെള്ളമുണ്ട്. പുഴയിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഒരു ഇതിലാണുള്ളത്. ഇനിയിപ്പോൾ ഒരു അങ്ങോട്ട് പിന്നെ ജനങ്ങളൊന്നും വീണ്ടും ഒരു ഭീകരാവസ്ഥയാണ് ഇപ്പോൾ വീണ്ടും അവിടെ. ഭീകരാവസ്ഥയാണ് അവിടെ. ഇപ്പോൾ പിന്നെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തൊന്നും ഇപ്പോൾ താമസക്കാരൊന്നും ഇല്ല. അപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ ആ ബസ് നമ്മൾ പാർക്ക് ചെയ്ത KSRTC ബസ് പാർക്ക് ചെയ്ത സ്ഥലം സേഫ് ആയിരുന്നല്ലോ. ആ സേഫായ ബസ് പിറ്റേ ദിവസം കെട്ടിവെച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു. ആ ബസ്സിലെ ജീവനക്കാർ അവരെവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ആ ബസ് അവിടെ എസ്റ്റേറ്റിന്റെ ഒരു ഹോസ്പിറ്റലിലാണ് സാധാരണ നിർത്തിയിടുക. ആ. അന്ന് രാത്രി യാത്രക്കാർ ഇവിടെ നിന്ന് 8:30 പോകുന്ന കൽപ്പറ്റയിൽ നിന്ന് 8:30 ഇടുന്ന വണ്ടി 9:30 9:45 ആകുമ്പോൾ അവിടെ എത്തി. ആൾക്കാരെ കൊണ്ട് ഇറക്കി അവിടെ പാർക്ക് ചെയ്തു. അവരവിടെ കിടന്നിറങ്ങി. അങ്ങനെ രാത്രി ഈ ഉരുൾപൊട്ടുണ്ടായ സമയത്ത് ഡ്രൈവർ കണ്ടക്ടർ കുഞ്ഞിയമ്മ എന്ന് പറഞ്ഞ ആളാണ് കണ്ടക്ടർ. അയാളെ സ്ഥിരം റൂട്ടിൽ പോയിക്കൊണ്ടിരുന്നത്.
പുള്ളിക്കാരൻ എണീറ്റ് പുറകോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആരോ വെള്ളത്തിൽ കുടുങ്ങി കിടക്കണമെന്നുണ്ട്, ഇയാൾ ടൗണിൽ പോയി ഒരു കയറ് വാങ്ങാന്നോ എന്താ പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഒരു പ്രദേശം ഒന്നാകെ ഇല്ല. അവരൊരു അവരെല്ലാം അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. ആൾക്കാരെ ആ കയ്യിൽ ഏരിയയിൽ ഒലിച്ചു കുടുങ്ങിപ്പോയി. വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് എന്തോ ഒരു ഭാഗ്യത്തിന് ആ കുറഞ്ഞ പ്രദേശം അവിടെ ഒഴിവായിട്ട് അവിടെ ആ ബസ് മാത്രം അവിടെ നിന്നുപോയി. രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടാന്ന് അവരുടെ രക്ഷപ്പെടല്. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ബസ് അവിടുന്ന് ബെയിലി പാലം പണിതതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത്. അവര് ഇപ്പോഴും ആ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ടോ? ആ റൂട്ടിലല്ല, അവരിപ്പോ വേറെ റൂട്ടിലേക്ക്, കൽപ്പറ്റ തന്നെ ഉണ്ട്, വേറെ റൂട്ടിലേക്ക് മറ്റു സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പൊ മീനാക്ഷി പാലത്തിന്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. ആ ഒരു ബസ് ആ ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായിട്ട് എത്ര യാത്രക്കാർ അവിടെ നിന്ന് കയറാറുണ്ട്? സ്ഥിരമായിട്ട് അവിടുന്ന് സ്കൂൾ കുട്ടികളടക്കം നല്ലൊരു യാത്രക്കാർ കയറാറുണ്ട്. ഇന്നലെ ഞങ്ങൾ പോന്നപ്പോൾ അവിടുന്ന് ഒരു 10-20 യാത്രക്കാർ കയറി. ഇന്ന് ആ ബസ് സ്റ്റോപ്പ് നിലവിലുണ്ടോ അവിടെ? അതില്ല, അത് വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. അതാണ് നമ്മൾ ആ വീഡിയോ കാണുന്ന വെള്ളം ടാങ്കർ ലോറി അടക്കം ഒലിച്ചു പോരുന്നുണ്ടല്ലോ. അന്ന് എന്താ പണി ലീവ് ആയതുകൊണ്ടാണ് കുറെ പണിക്കാരും എല്ലാവരും കയറിയിരുന്നു. അവരൊക്കെ അന്ന് രക്ഷപ്പെട്ടത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ 27 വർഷമായിട്ട് ചൂരൽമല മുണ്ടക്കൈ റൂട്ടിലെ സർവീസ് നടത്തുന്ന ജോൺസൺ സാറ് ആണ് നമ്മളോട് ഇത്രയേരം ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത്. അപ്പം ഇനിയും ആ റൂട്ടിൽ നല്ല രീതിയിൽ സർവീസ് നടത്താൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ.